ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ രാധികാമ്മയുടെ എല്ലാ പ്ലാനും തകർന്നടിയെന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രേഖേനെയും പ്രിയേനെയാണ്. അപ്പോൾ ആകെ സങ്കടത്തിലാണ്. അവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സിനെ ഓർത്താണ് ഇവർ രണ്ടുപേരുടെയും സങ്കടം. അപ്പം രേഖ നേരെ ചെന്ന പ്രിയോട് സംസാരിക്കുകയാണ്. അതെ, നീ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും സാരമില്ല, പക്ഷേങ്കിൽ ഗോവിന്ദേട്ടനെയും ഗീതുവിൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കണം. ഗോവിന്ദേട്ടനും ഗീതുവും എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അവരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഡിവോഴ്സ് പിൻവലിച്ചിട്ടേ പ്രിയ ഇവിടുന്ന് പോകാവോ. എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് വിവാഹത്തിന് തയ്യാറായ ഗോവിന്ദേട്ടൻ്റെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല രേഖച്ചി. അതുകൊണ്ട് അവർ തമ്മിൽ പിരിയുന്നത് എൻ്റെ ഈ താലി പൊട്ടിക്കുന്നതിന് തുല്യ എന്ന് പറഞ്ഞു. അപ്പോഴാണ് കാഞ്ചന അങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്താലൊന്നും അവർ ബന്ധം പിരിയാൻ നിൽക്കില്ല. അവരിപ്പോൾ സണ്ടക്കോഴി മാതിരി, ഇനി ഒരിക്കലും അവർ ഒന്നിക്കില്ല എന്ന് പറഞ്ഞ് അല്ലല്ല ഒന്നിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ 3 പേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച കൺകുളിർക്കെ കാണുന്നത്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ താവളെ കൈയിട്ട് 2 പേരും അടിച്ച് ഫ്ലാറ്റായിട്ട് വരുന്നത് പോലെ കേട്ടോ വരണത്. അപ്പോൾ ഗീതുവിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഗീതുവും ഫിറ്റാണ്, ഗോവിന്ദ് ഫിറ്റാണ്. അപ്പോൾ 2 പേരുടെ അകത്തേക്ക് കയറി വരിക. അപ്പോൾ രേഖയ്ക്കും പ്രിയയ്ക്കും ഭയങ്കര സന്തോഷമായി. നമുക്ക് മേളോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പതുക്കെ ഗോവിന്ദേട്ടാ പതുക്കെ എന്ന് പറഞ്ഞു. അപ്പം 2 പേരും രേഖമ്മ അത് നിജമാ അതോ പൊയ്യ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, നിങ്ങൾ പറഞ്ഞില്ലേ ഇതേ ശരിക്കും പറഞ്ഞാൽ സന്ധ്യയാൽ ഇല്ലാത്ത കാഴ്ച കാണുമെന്ന്. ഇപ്പം കാഞ്ചന കാണുന്നതൊന്നും സത്യത്തിൽ ഇല്ലാത്തതാ, ഇമാജിനേഷൻ, ഭാവന. അപ്പടിയാ? അയ്യോ സത്യമാണോ? ബാബാ എന്ന് പറഞ്ഞ ഇവരെ കാഴ്ച കണ്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ കൺകുളിർക്കെ. ആ എൻ്റെ പൊന്നോ ഗീതോ, ഞാൻ വീഴാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ശരിയാ എൻ്റെ പൊന്നോ, എൻ്റെ കണ്ണേട്ടനെ ഞാൻ ഈ കൈവെള്ളയ്ക്കുള്ളിൽ കൊണ്ടു നടക്കും കണ്ടോ എന്ന് പറഞ്ഞു. ആഹാ, ഈ കൈവെള്ളയ്ക്കിലോ? നിൻ്റെ ഈ കൊച്ചു കൈക്കുള്ളിൽ ഇത്രയും ഞാൻ ഈ വലിയ ആളെ എങ്ങനെ കൊണ്ട് നടക്കും? ആ എന്നാലേ ഒരു കാര്യം കണ്ടോ, ഞാൻ ഇനിയിപ്പം പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ പതിവ്രത അല്ല പ്രതിവൃതാരത്നം ശീലാവതിയെ പോലെ ഞാൻ അങ്ങനെയുണ്ടല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ ചുമന്നോണ്ട് നടക്കും എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ കാലൊക്കെ പിടിച്ച് കുടിക്കുകയാണ്. അപ്പോഴാണോ നീ ഈ ശീലാവതി എന്ന് ചോദിച്ചു. ആഹാ അതെ, ഏതർത്ഥത്തിലാണ് ഗോവിന്ദേട്ടൻ അത് ചോദിച്ചത് എന്ന് ചോദിച്ചു. അല്ല, ഭർത്താവിനെ കാണപ്പെടുന്ന ദൈവമായി കാണുന്നവൾ. ഓ ശരിയാ, പക്ഷേ ഭർത്താവ് വേരി ക്രൂരൻ എന്ന് പറഞ്ഞു. ആഹാ, ഞാനൊരു ക്രൂരനാണെന്നാണോ നീ പറയണത്? അച്ചോടാ എൻ്റെ പൊന്നെ താക്കോട് കൂട്ടനല്ലേ, ഇതെന്താ ഈ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദും ഗീതുവിൻ്റെ പെർഫോമൻസ് അടിപൊളിയാട്ടോ, എല്ലാവരും ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ പ്രിയ അങ്ങോട്ട് പോവാണ്. വേണ്ട മോളെ, ഇനി അതിൻ്റെ ഇടയിലേക്ക് കയറി മൂട് കളയണ്ട. ഇത്രയ്ക്ക് ചിരിച്ച് കളിച്ച് ആഘോഷിച്ച് ജീവിക്കുന്നവരാണോ പിരിയാൻ പോകണമെന്ന് പറയണത്? അങ്ങോട്ട് നോക്കുക, അവർ ഈ ജന്മത്ത് പിരിയില്ല. എങ്ങോട്ട് നോക്കാൻ? ഗോവിന്ദേട്ടനെയും ഗീത ചേച്ചി നോക്കാനാ പറഞ്ഞത്. ആഹാ, അവരിതേനാ അവിടെ ഇല്ലല്ലോ. ഉണ്ട് എന്ന് എന്നെ തോന്നലല്ലേ. പിരി പോയി എന്ന രേഖ പറയാണ്. അയ്യോ കഷ്ടം തന്നെ. അപ്പോൾ 2 പേരെ സ്റ്റെയർ കയറുമോ? അയ്യോ ഇത്രയും സ്റ്റെയർ കയറണോ? ഇത് ഇച്ചു കൂടുതല. ഗീതുമോളെ, നമ്മളിങ്ങനെ മുകളിലേക്ക് പതുക്കെ പോകാം എന്ന് പറഞ്ഞു. അതെ, എന്നെ മുറുക്കെ പിടിച്ചോ. അപ്പോൾ ഗോവിന്ദ മുന്നിലും ഗീതു പുറയിലുമാണ്. ആ നിന്നെ ഞാൻ വീഴിക്കത്തില്ല, നീ മുറുക്കെ പിടിച്ചോ എന്ന് പറഞ്ഞ് 2 പേരുടെ കയറുകയാണ്. നല്ല ബലമായിട്ട് പിടിച്ചൊക്കെ വലിച്ച് കയറുകയാണ് 2 പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭദ്രനും വിലാസിനെയും ഈ കാഴ്ച കണ്ട ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത്. എൻ്റെ വിലാസിനി, നമ്മൾ എന്താടി ഈ കാണുന്നത് എന്ന് ചോദിച്ചു. ആ നമ്മുടെ മോള് തന്നെയാണോ ഇത്? അതോ അവളുടെ ഡ്യൂപ്പോ? ഡ്യൂപ്പ് ഗീപ്പൊന്നും അല്ല, ഇത് ഗീതു തന്നെയാ. എൻ്റെ ഈശ്വര, ചതിച്ചല്ലോ. അപ്പം അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് കൊടുത്തിട്ടല്ലേ രാധികാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്? എന്നിട്ടിപ്പം കണ്ടോ 2 പേരും പാപ്പി അപ്പച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരുടെ പാട്ടൊക്കെ പാടി ആസ്വദിച്ചു കേട്ടോ. ആഹാ, അപ്പം അപ്പച്ചനോടാ സ്നേഹം എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ നൈസായിട്ടെന്നെ അപ്പച്ചനാക്കിയല്ലേ ഗീതു? അപ്പച്ചനല്ലേ? നീ വാ
ഈ പോക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് പോയാലേ ഞാനേ അധികം താമസിക്കാതെ അപ്പച്ചനാവും. അതെന്താ അങ്ങനെ ഒരു പറച്ചില് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റെയർ കയറി മേളിലെത്തി. അപ്പോൾ ഭദ്രനും വിലാസിനെയും കൂടെ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും റൂമിലേക്ക് പോയി. ഈ കഴിച്ച രാധികാമ്മ കണ്ടാൽ ഇപ്പം തന്നെ കാശ് വാങ്ങി നമ്മളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. എന്ത് ചെയ്യും വിലാസിനി? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പം തന്നെ ഈ രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് മുങ്ങാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വേഗം സ്കൂട്ടായി. അപ്പം അതേണ്ട ഏറ്റവും സന്തോഷത്തിലായത് നമ്മുടെ പ്രിയയും രേഖയാണ്. അപ്പം കാഞ്ചന കിളി പോയതുപോലെ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ്. രേഖച്ചി ശരിക്കും ഇവരെ ഒട്ടിപ്പിടിച്ച് നടക്കുന്ന ഇവരോട് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഡിവോഴ്സ് മണ്ണാൻ കേട്ട ഇനി അതൊന്നും നടക്കില്ല. ഗോവിന്ദേട്ടനും ഗീതുവച്ചിയും ഒന്നിച്ച് തന്നെ ജീവിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കാഞ്ചന. എന്ത് സംഭവിച്ചു എന്ന്? ഒന്നും സംഭവിച്ചില്ലല്ലോ. കാഞ്ചന എന്തെങ്കിലും കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. എന്ത് കണ്ടു എന്ന്? തോം. മിക്കവാറും ഗീതും ഗോവിന്ദേട്ടനെ സെറ്റായപ്പോൾ കാഞ്ചനയുടെ കിളി പോയി. അപ്പോൾ കാഞ്ചന നിന്ന് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് കേട്ടോ. ഇത് കണ്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ പൊന്നോ. അപ്പോൾ അതേ ഗോവിന്ദൻ ഗീതൂടെ നേരെ റൂമിലേക്ക് എത്തി. റൂമിലെത്തിയിട്ട് രണ്ടുപേരുടെ കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഗോവിന്ദേട്ടാ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കണ്ണേട്ടാ എന്ന് ചോദിച്ചു. കിടക്കല്ലേ? ഇത് കിടക്കല്ലെന്നേ. ഇപ്പം നമ്മൾ വന്നത് എന്തിനാ? ഇവിടെ ഈ റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിനക്ക് എത്ര സോറി പറയണോ അത്രയും സോറി നീ ഇപ്പം പറയണം കേട്ടോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് സോറി പറ എന്ന് പറഞ്ഞു. ശരി, അപ്പോഴേ കണ്ണേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ സോറി പറഞ്ഞോ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. ഫസ്റ്റ് ചോയ്സായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ സോറി പറയാം. ഓക്കെ എന്നാ പറ. നിനക്ക് എന്തും പറയാനോട് ധൈര്യമായിട്ട് പറയാം. നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. അതെ, ആദ്യമൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കളിയാക്കിയാ ഞാൻ കണ്ണേട്ടാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ ആ പേര്, എനിക്ക് ആ പേര് എൻ്റെ നാവിൽ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതേ വരുള്ളൂ. അതെന്താണെന്നറിയോ? കാരണം എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ഇല്ല, എന്താ? ഇനി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ദൈവത്തിൻ്റെ പേരുണ്ടല്ലോ, അതാണ് ആ കണ്ണൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിക്കണ്ണൻ. പിന്നെയുണ്ടല്ലോ കാർമുകിൽ വർണ്ണൻ, അങ്ങനെയൊക്കെ അവനെ പറയാറ്, അറിയോ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ, അതാണ് എൻ്റെ ഇഷ്ടദൈവം. എൻ്റെ പൊന്നോ, നിന്നെ സമ്മതിച്ചു ഗീതു. കണ്ണാ നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പെർഫോമൻസ്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. മതി നിർത്ത, പാട്ടും കൂത്തുമൊക്കെ നിർത്ത്, നീ സോറി പറഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞാൻ കണ്ണാന്ന് വിളിച്ച് കളിയാക്കി കണ്ണേട്ടാ എന്നൊരു പേരായി നല്ല സ്വീറ്റായി കേട്ടോ. ആ കണ്ണേട്ടാ എന്നുള്ള പേര് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു പോയി. സത്യമാണ്. അപ്പം ഞാൻ പതിഞ്ഞൂന്ന്. ഞാനിനി കണ്ണേട്ടാന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. എന്താ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചോ. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ എന്നെ ചീത്ത മാത്രം വിളിക്കാതിരുന്നാൽ മതി. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ സോറി പറയാട്ടോ എന്ന് പറഞ്ഞു. കണ്ണേട്ടാ, പിന്നെ നീ എന്നെ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിന്നോട് അങ്ങോട്ടൊരു കാര്യം കൂടി തിരിച്ച് പറയാനുണ്ട്. ആണോ? കണ്ണേട്ടൻ പറ, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. ബാ. അപ്പോൾ രണ്ടുപേരും വീണ്ടും കട്ടിൽ കയറിയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകും, ഡാൻസ് കളിക്കും, അതൊക്കെയാണ് കേട്ടോ. അതെ, എനിക്ക് നിന്നോടുള്ള ശത്രുതയോ വെറുപ്പോ ഒന്നും കൊണ്ടല്ല ഞാനുണ്ടല്ലോ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. എന്താണെന്നറിയോ? നീ എൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ വേണ്ട, ഈ വീട്ടിൽ നിന്ന് തന്നെ എന്താ പറയുക, താലിയും പൊട്ടി രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അപ്പം ഗീതു ചിരിക്കുക കേട്ടോ. എനിക്കത് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്കറിയാം എൻ്റെ അളിയാ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, പിന്നെ ഞാനതെങ്ങനെ അറിഞ്ഞു എന്നറിയാനായിട്ടല്ലേ കണ്ണേട്ടൻ ഇങ്ങനെ ആലോചിക്കണത്. മറ്റൊന്നുമല്ല, ഞാൻ അയ്യപ്പേട്ടനും ഗോവിന്ദേട്ടനും സംസാരിക്കണത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്നു. എടി കള്ളി, നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം നിനക്കുണ്ടല്ലേ എന്ന് ചോദിച്ചു. നീന്തി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരടി അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ അതേ ഇത് നിലത്തോട്ട് വീണു കേട്ടോ. ഒളിഞ്ഞു കേട്ടോ, തെറ്റായിപ്പോയോ? എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല, വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ നിലത്തിറങ്ങി.
നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് കാണുന്നതും സംസാരിക്കണതും ഒളി നിന്ന് നോക്കുന്നതും ഒന്നും തെറ്റല്ല. അപ്പം തെറ്റല്ല? ആ അല്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഗീതു കരയാൻ തുടങ്ങി. അയ്യോ ഇതെന്തിനാ നീ കരയണത് എന്ന് ചോദിച്ചു. അതെന്താന്ന് വെച്ചാലേ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിൻ്റെ കണ്ണേട്ടനെ ഞാൻ ഇത്രയും നാളും പറ്റിക്കായിരുന്നല്ലോ എൻ്റെ ഈശ്വര. ഞാൻ ഈ സ്നേഹമൊക്കെ അഭിനയിക്കായിരുന്നു. വാ 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 കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ദേ കരയില്ല, നീ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. അറിയായിരുന്നോ എന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ നിൻ്റെ ഈ പല കോപ്രായങ്ങളും ഞാൻ വെറുതെ കൂട്ടുനിന്നത്. എന്താ അങ്ങനെയായിരുന്നോ എന്ന് ചോദിച്ചു. വേഗം കരച്ചിലൊക്കെ നിർത്തി വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഇനി പറ, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ ഇവിടെ വെച്ച് കോംപ്രമൈസായി. കോംപ്രമൈസ് പക്ഷെ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് രണ്ടുപേരും നെറ്റിയൊക്കെ ഇടിച്ച് കോംപ്രമൈസ് ചെയ്തു. അപ്പോഴാണ് ഈ വരുൺ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വരുൺ വരുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കണത് കേട്ടോ. കണ്ണേട്ടാ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷിച്ച് കേൾക്കാം. നിൻ്റെ മനസ്സിലുള്ളതെല്ലാം എനിക്കറിയാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, നിൻ്റെ മനസ്സറിയാവുന്ന ഒരു യന്ത്രം അതെൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ആണോ? ആ ശരിക്കും? ആ അപ്പം ഇത് കേട്ടോണ്ട് വരുണ് മനസ്സിലായി ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. രണ്ടു കൂടി ചേർന്ന് എന്നെ അമ്മയും ബഫൂൺസാക്കാണ്. ഇവർ രണ്ടുപേരെയും എങ്ങനെ തെറ്റിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച് വരുൺ വേഗം തന്നെ വെപ്രാളം പിടിച്ച് നേരെ നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനിയിപ്പോൾ പണി ഒപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ രാധികാമ്മ ഊഞ്ഞാലുകെട്ടിലൊക്കെ ഇരുന്ന് ഭയങ്കര ആടി ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വരുൺ ദേഷ്യപ്പെട്ട് ചെല്ലുന്നത്. അമ്മ ഇവിടെ നടക്കുന്നതൊന്നും അമ്മ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? ഇവിടെ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ. ഒരു സമയത്ത് ഗീതുവിന് ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞ് പേപ്പറിൽ ഒപ്പിട്ട് തരും. എന്നിട്ടിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ മുറിയിൽ രണ്ടുകൂടിയതേ കെട്ടിമറിയുന്നു എന്ന് പറഞ്ഞു. എന്താമേ പ്രിയ മീഡിയേറ്ററായിട്ട് സംസാരിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോ എന്ന് ചോദിച്ചോ. പ്രിയ നമ്മുടെ കൈപ്പിടി തന്നെ നിൽക്കുമെന്ന് കരുതിയിട്ടാ വിനോദിനെ കൊണ്ടുള്ള വിവാഹം നടത്തിയത്. പക്ഷേ ദേ ഗീതുവുമായിട്ടുള്ള അവളുടെ അടുപ്പ പ്രിയയെ മാറ്റിക്കളഞ്ഞു. ഇപ്പം ഈ ഡിവോഴ്സ് കാര്യത്തിൽ ഗീതുവിനേക്കാൾ എതിർപ്പ് കാണിക്കുന്നത് പ്രിയയ. അതെന്താന്ന് വെച്ചാൽ പ്രിയയെ കൊണ്ട് ഗീതു ചെയ്യിക്കുന്നതാണെന്ന് എൻ്റെ സംശയം എന്ന് പറഞ്ഞു വരുൺ. അവൾ മീഡിയേറ്റർ കളിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കണ്ണൻ ഗീതുവിനെ ഉപേക്ഷിച്ചാൽ മറ്റൊരു വിവാഹത്തിന് അവൻ ജീവിതത്തിൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. അതുതന്നെയാണ് ഏട്ടൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവളുടെ ഭാഗത്തു നിന്ന് ഇപ്പം നടക്കുന്നത്. പ്രിയ വഷളാക്കിയത് അമ്മയാണ്. അപ്പം അവൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ വരുൺ. നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇപ്പം മീഡിയേറ്ററാണ് ഇവിടുത്തെ പുലി. ആ കൂട്ടത്തിൽ ഗോവിന്ദനും ഗീതുവിനും ലഹരിയും കൂടി സമനില തെറ്റി നിൽക്കുക. ഇന്നീ രാത്രിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഒരു ധാരണയില്ല. ലഹരി എന്താണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ രണ്ടുപേരും ആ മുറിയിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ നാളെ ഗോവിന്ദേട്ടൻ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കും. അതുറപ്പാ. അതിന് ഞാൻ സമ്മതിക്കില്ല. അവൾ ഒരു തരത്തിലും ഒന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നീ വാ എന്ന് പറഞ്ഞ് വരുണിനെയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിൻ്റെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ദേ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാധികാമ്മ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാം കേട്ടോണ്ട് അപ്പോൾ വരുണും നിൽപ്പുണ്ട്. എൻ്റെ പൊന്നു ഗോവിന്ദേട്ടാ എനിക്ക് കണ്ണേട്ടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങാനായിട്ടാ എനിക്ക് ഉറക്കം വരിക ഗീതു എന്ന് പറഞ്ഞ് കിടക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു. എനിക്ക് കണ്ണേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വലിച്ച് ചാടിച്ചു. അപ്പം ഇത് രാധികാമ്മ ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഓഹോ അപ്പം രണ്ടിനും കിടക്കാനുള്ള പൂതിയോ. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് തന്നെ തീരുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ പറ, ആ 10 മിനിറ്റ് എന്താ നിനക്ക് പറയാനുള്ളത്? അല്ല നിനക്ക് എന്നോട് എന്തെങ്കിലും നിനക്ക് സോറിയല്ലേ പറയാനുള്ളൂ? അത് പറ എന്ന് പറഞ്ഞു. സോറി പറയണോ? ഞാൻ സോറി പറയണോ? എന്തിനാ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാണെന്നോ? നീ എൻ്റെ കാല് പിടിച്ച് സോറി പറയാൻ വേണ്ടിയിട്ടല്ലേ നീ എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. അപ്പം പറ സോറി എന്ന് പറഞ്ഞു. ഓ അയ്യേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത്? സോറി പറയേണ്ടത് ദേ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച ദേ നിങ്ങളാ എന്ന് പറഞ്ഞു. ഞാനോ? ആഹാ, എന്നിൽ നിന്നും പലതും മറച്ചു വെച്ച് എന്നെ ചതിക്കാൻ നോക്കിയ നീയാ സോറി പറയേണ്ടത് എന്ന് പറഞ്ഞു ഗോവിന്ദ്. ആഹാ, എൻ്റെ മേലെ സ്വഭാവദൂഷ്യം ആരോപിച്ച നിങ്ങൾ തന്നെയല്ലേ എന്നോട് സോറി പറയേണ്ടത് എന്ന് ചോദിച്ചു ഗീതു.
എന്താ ശരിയല്ലേ? ആണോ ശരിക്കും? അപ്പോൾ ഇത് കേട്ടിട്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുക. എടാ നീയല്ലേ പറഞ്ഞത് ഇവർ രണ്ടുപേരും കോംപ്രമൈസ് ആയെന്ന്? ഇപ്പം കണ്ടോണം രണ്ടും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് കണ്ണൻ അവളെ റൂമിൽ നിന്ന് അടിച്ചിറക്കുന്നത് എന്ന് പറഞ്ഞു രാധികാമ്മയും വരണം. ശരി, ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ. ആദ്യം തന്നെ രഘുറാമൻ്റെ മരുമകൻ കിഷോർ, അതായത് കിഷോർ ആണെന്ന് നിനക്കറിയില്ലായിരുന്നോ? നീ എന്താ അറിഞ്ഞിട്ട് സത്യം എന്നോട് പറയാഞ്ഞത്? അറിയായിരുന്നു എന്ന് പറഞ്ഞു ഗീതു. എന്നിട്ട് അക്കാര്യം നീ എന്തിനാ എന്നോട് പറയാതിരുന്നത്? ഓ അതാണോ? കിഷോർ അവർണികയുടെ ഭർത്താവാണെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ പല തവണ ഞാൻ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് വന്നതാ. പക്ഷെ അപ്പോഴൊക്കെ എന്നെ കേൾക്കാനായിട്ട് ഗോവിന്ദേട്ടൻ തയ്യാറായില്ല. ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. അതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് വരെ അയച്ചത്. മെസ്സേജോ? ആര്? എപ്പോ? ഏത് മെസ്സേജ്? ഞാൻ കണ്ടില്ലല്ലോ. ആർക്കയച്ച മെസ്സേജ്? ഞാൻ കണ്ണേട്ടന് ഞാൻ അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞു. അതിപ്പോഴും ഫോണിൽ തന്നെ ഉണ്ടല്ലോ, നോക്ക് എന്ന് പറഞ്ഞു. അപ്പം രാധികാമ്മ ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ ഈശ്വര, പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മെസ്സേജ് നോക്കുമ്പം അത് ഡിലീറ്റ് ചെയ്തായിട്ട് അറിയില്ലേ എന്ന് ചോദിച്ചു. ഏതായാലും മെസ്സേജ് ഫോണിലില്ലല്ലോ എന്ന് പറഞ്ഞു വരുൺ. ശരി, അപ്പോൾ ഗോവിന്ദ് വേഗം ചാടി എഴുന്നേറ്റു. രണ്ട് പോക്കറ്റിൽ നിന്ന് ഫോണിങ് എടുത്തു. 2 ഫോണോ? ഇതായിരിക്കും എന്ന് പറഞ്ഞു. അത് ലോക്ക് അഴിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നോക്ക് എന്ന് പറഞ്ഞ് ഗീതു നിൽക്കുകയാണ് കേട്ടോ. ദേ നോക്കാം, എവിടെയാണ് നിൻ്റെ മെസ്സേജ്? ഇതിനകത്ത് ഇല്ല, ഇതിലില്ല എന്ന് പറഞ്ഞു. ഞാൻ അയച്ചതാണല്ലോ, കണ്ണേട്ടൻ അത് കേട്ടിട്ടുമുണ്ട്. ഇല്ലെന്നേ, എൻ്റെ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞു. ഗീതു ഫോൺ വാങ്ങി. അപ്പോൾ ഗീതുവിൻ്റെ ഫോണിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. നോക്ക, സമയവും ഡേറ്റും ഒക്കെ ഉണ്ട്, കണ്ണാടി വച്ചിട്ട് നോക്ക് എന്ന് പറഞ്ഞു. ശരിയാണല്ലോ, പക്ഷേങ്കിൽ ഇതിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ കൺഫ്യൂഷനായി. ഗീതുവിൻ്റെ ഫോണിലുണ്ട് താനും, ഗോവിന്ദിൻ്റെ ഫോണിലില്ല താനും. അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിലായി. ഇതെന്താ ഇങ്ങനെ? അപ്പോഴധികം ആകെ ശരിതായി. എന്താ പറ്റിയത്? അതെ വരുൺ, ഇനി ഇവിടെ നിന്നാൽ ആകെ ഡിലീറ്റ് ചെയ്തതാ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. അവർ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത ചർച്ചയായ കണ്ണൻ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്തതെന്ന് അന്വേഷിക്കും. അവൻ്റെ ഫോൺ ഞാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ, അതിൻ്റെ ശ്രദ്ധ മാറ്റിയില്ലെങ്കിൽ ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് ഇടിച്ചിവരുടെ ഇടയ്ക്ക് കയറുകയാണ് കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു രാധികാമ്മയും വരുണോട് അങ്ങോട്ടേക്ക് ചെന്നു. മെസ്സേജ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വെള്ളിയാഴ്ച ഒന്നുമില്ലേ? ഡിവോഴ്സ് കേസ് ആണെങ്കിൽ കോടതിയിൽ നടക്കും. അതിനിടയ്ക്ക് അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു മുറി കഴിയുന്നത് നിയമവിരുദ്ധ. അതെ, അവൾ സോറി പറയാൻ വന്നതാ. എന്ത് സോറി? അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു. പക്ഷേ ഗീതു, നീ എന്നോട് മാത്രമല്ല കേട്ടോ, അമ്മയോട് സോറി പറയണം. അതെ, എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയണം. ഞാനോ? എൻ്റെ പട്ടി പറയും എന്ന് പറഞ്ഞു ഗീതു. നീ എന്നെ പട്ടിന്ന് വിളിക്കൂടി അമ്മേനെ, ഒരൊറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വരൻ കയറി ഇടപെട്ടു. എന്താ ഗോവിന്ദേട്ടാ ഇത് എന്ന് ചോദിച്ചു. ഇതെന്തോ അടിച്ച് കിക്കായിട്ട് നിൽക്കുക, ഇവള് ഫിറ്റാ, വെളിവില്ലാത്തവരോട് ബഹളം വെച്ചിട്ട് എന്താടാ കാര്യം എന്ന് ചോദിച്ചു. വെളിവില്ലാത്തതേ ഈ മനുഷ്യനാ. നീ എനിക്കൊരു വെളു കുറവില്ല. നോക്കിക്കോ, നിനക്ക് കാണണോ? നോക്ക്, നല്ല സ്റ്റേണായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഗീതു, നീ നിൻ്റെ റൂമിൽ പോ എന്ന് പറഞ്ഞു രാധികാമ്മ. അതെ, പറഞ്ഞ് തീർത്തിട്ട് ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞു. കണ്ണാ, നിൻ്റെ ഒപ്പം ഇവള് താമസിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഡിവോഴ്സ് കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമം ഇവളുടേത്. നിങ്ങൾ കേസ് നടത്തിയാലും കുഴപ്പമില്ല, നടത്തിയില്ലെങ്കിലും പിൻവലിച്ചാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കണ്ണേട്ടനെ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു പറയാണ്. കണ്ണേട്ടാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഗീതു നേരെ റൂമിലേക്ക് പോയി. മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് വരുണിനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് നേരെ ഗീതു അങ്ങ് പോയിട്ടോ. അതെ, ഒരു കൊടുങ്കാറ്റ് വന്നതുപോലെ പോയി അല്ലേമേ എന്ന് ചോദിച്ചു. പക്ഷേ അവൾ സോറി പറഞ്ഞില്ല. നീ കിടന്നോ, നമുക്ക് രാവിലെ സംസാരിക്കാം. പക്ഷെ അവൾ സോറി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വരുണും രാധികാമ്മയും കൂടെ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. കണ്ണാ, അവൾ ഇനി പല അടവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് നീ ഒരു കാരണവശാലും അവളെ പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. അവളെ ഇനി ഞാൻ ഈ റൂമിൻ്റെ പാട്ടിക്ക് പോലും കയറ്റില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാധികാമ്മയോട് പറയുന്ന പോലെ രാധികാമ്മയ്ക്ക് തോന്നിയത്. അപ്പോൾ രാധികാമ്മ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഉത്തമ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.